നന്ദിനി എല്ലാം എടുത്തു വെച്ചോ? എടുത്തു വെച്ചോ അഖിലേട്ടാ. ഇവളുമായി ബന്ധപ്പെട്ട ഒരു സാധനവും ഇവിടെ ഇനി ഉണ്ടാവരുത്. മുക്കും മൂലയും അരിച്ചു പറക്കി പുറത്ത് വലിച്ചെറിയ. അപ്പോഴേക്കും ഞാൻ നിനക്ക് ആരും അല്ലാതായല്ലേ? ഏത് നിമിഷം തൊട്ട് നീ തെറ്റ് ചെയ്തോ ആ നിമിഷം തൊട്ടേ നിന്നെ ഇവിടെ വേണ്ടതായി. നിന്നെ ഈ കുടുംബം മാത്രമല്ല, ദൈവം പോലും നിന്നോട് ക്ഷമിക്കില്ല. ഇങ്ങനെ എന്നോട് പുറത്തു പോവാൻ പറഞ്ഞ ഞാൻ എങ്ങോട്ട് പോകും? അത് നീ തന്നെ തീരുമാനിച്ചാ മതി. നീ എവിടെ പോണെന്നുള്ളത് നിന്റെ ഇഷ്ടമാണ്. നിങ്ങളെ പോലെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല അഭിയേട്ടാ. ഇത്രയും നാളായിട്ട് നിനക്ക് സപ്പോർട്ട് ചെയ്തത് അഭിയും വസുവാണ് കാർത്തിക. അങ്ങനെയുള്ള അഭിയെ തന്നെ നീ ദേഷ്യപ്പെടുത്തിയെങ്കിൽ ഇനിയും നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായില്ലേ? ഈ കുടുംബം നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നാലും നിനക്ക് ഓർമ്മ കാണില്ല. ഇത്രയും നാളും നിന്നോട് ക്ഷമിച്ചതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. നീ ചെയ്ത ഈ തെറ്റ് കാരണം ഞങ്ങളുടെ മാനവും അഭിമാനവും സമൂഹത്തിലെ സ്ഥാനവും എല്ലാം പോയി. നിന്നെപ്പോലെ ഒരുത്തിയോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. എല്ലാവർക്കും തെറ്റ് പറ്റാറുണ്ട്. പക്ഷേ ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടിയും നീ ചെയ്തതുപോലെ ചെയ്യില്ല. തന്റെ കുടുംബത്തെ തല കുനിക്കാൻ വിടില്ല. എനിക്ക് അന്നേ ഡിവോഴ്സ് തന്നൂടായിരുന്നോ? ഇത്ര നാൾ എന്തിനാ തടഞ്ഞത്? എന്നെ വെറും കൈയോടെ ഇവിടുന്ന് പറഞ്ഞയക്കാനോ? എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്യും. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എന്ത് ചെയ്യണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി. ആന്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞതാ. എനിക്ക് പേടിയാകുന്നു. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ കിടന്ന് കറിയാ നീ? ഈ പേടിയൊക്കെ തെറ്റ് ചെയ്യുന്നതിന് മുന്നേ വേണമായിരുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ആന്റി, പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാ. ഇത്ര തവണ ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും എന്താ കാര്യമെന്ന് നീ എന്നോട് പറഞ്ഞോ? ആ പാപത്തെ നീ ഒളിപ്പിച്ചുകൊണ്ട് നടന്നു. ഇനിയിപ്പൊ ഞാനെന്താ ചെയ്യാ? എന്റെ അമ്മ എന്നോട് പോയി ചാകാനാ പറഞ്ഞത്. ഇവരാണെങ്കിൽ ഡിവോഴ്സ് തന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനാ നോക്കുന്നേ. എനിക്ക് വേറെ വഴിയില്ല ആന്റി. ആന്റിയുടെ കാലിൽ വീഴാൻ ഞാൻ. എന്നെ രക്ഷിക്കണം. നിന്നെ ഒരാൾക്ക് മാത്രമേ ഇനി രക്ഷിക്കാൻ കഴിയൂ. പോയി കാല് വീണ് ചോദിക്ക്. ആരാ ആന്റി? വസു. ഇപ്പം നിനക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വസുവിനെ പറ്റൂ. എന്റെ തെറ്റിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞതേ വസുവെടുത്തിയാ. അവരെങ്ങനെ എന്നെ രക്ഷിക്കും? നീ ചെന്ന് അവളുടെ കാലിൽ വീണ് തെറ്റൊന്നും നടന്നിട്ടില്ലാന്ന് അവളോട് കള്ളം പറ. അത് തെളിയിക്കാനായിട്ട് എനിക്ക് ഒരു അവസരം തരണമെന്ന് അവളോട് പറ. വസു പറഞ്ഞ അഖില് കേൾക്കും. വീട്ടിലെല്ലാരും കേൾക്കും. പക്ഷേ ആന്റി, നിനക്കിപ്പോ വേറെ ഒരു ഓപ്ഷനും ഇല്ല. തല്ലിയാലും വഴക്ക് പറഞ്ഞാലും വസു ആണ് നിന്റെ പോംവഴി. വസുവെടുത്ത് എന്നോട് ക്ഷമിക്കുവോ? ക്ഷമിക്കില്ല, പക്ഷേ നിന്നെ രക്ഷിക്കും. നിനക്ക് കുറച്ച് ദിവസത്തെ സമയം വാങ്ങിത്തരും. അതിനുശേഷം എന്ത് ചെയ്യണമെന്നുള്ളത് നീ ആലോചിക്ക്. അത്രേ ഉള്ളൂ ആന്റി? അത്രേ ഉള്ളൂ. ചെല്ല്, എങ്ങനെയും വസുവിനെ പറഞ്ഞ് മനസ്സിലാക്ക്. ആന്റിയും കൂടെ വന്നാ നന്നായിരുന്നേനെ. എന്താ? ഏടത്തിയോട് സംസാരിക്കണം. എന്ത് സംസാരിക്കണം? ഏടത്തിക്ക് എന്നോട് എത്രമാത്രം ദേഷ്യം ഉണ്ടെങ്കിലും ഞാൻ ഏടത്തിയുടെ അനിയത്തിയല്ലേ. കൂടെ ജനിച്ചിട്ടില്ലെങ്കിലും സ്വന്തം അനിയത്തിയെ പോലെയല്ലേ ഏടത്തി എന്നെ കാണുന്നത്, എന്നോട് സ്നേഹം കാണിക്കുന്നത്, എന്നെ വിശ്വസിക്കുന്നത്. പക്ഷെ ആ വിശ്വാസം നീ കാത്തു സൂക്ഷിച്ചില്ലല്ലോ. അഖിലിനോട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഏടത്തി. വേണമെങ്കിൽ ഞാനത് തെളിയിക്കാം.
ഇങ്ങോട്ടേക്ക് വന്നേ? നിന്നോട് ആരാ വരാൻ പറഞ്ഞത്? കൂൾ മാഡം, കൂൾ, റിലാക്സ്. എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല. ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. അതുമായിട്ട് പോകാൻ വേണ്ടിയാ ഞാൻ വന്നേ. ഏയ് ആദിത്യ, നീയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം അവിടെ ഉള്ള? ഇതാ ഇവള് തന്നെ. അല്ലല്ലല്ല, അവളുടെ വയറ്റിൽ വളരുന്ന ബേബി അത് എന്റെയാ. ആ ബേബിയുടെ അച്ഛൻ ഈ ഞാനാ. ആ ബേബി എന്റെ സ്വന്തമാ. എന്താണോ പറഞ്ഞ? മൈൻഡ് യുവർ ടങ്. ആരുടെ വീട്ടിലാ നിൽക്കുന്നതെന്ന് ഓർത്ത് സംസാരിക്കണം. കൂൾ കൂൾ. എന്താ കാർത്തിക, നിന്റെ അഭിയേട്ടനോടും നിന്റെ ഹസ്ബൻഡിനോടും അമ്മായിയോടും ചേച്ചിമാരോടൊക്കെ സത്യം ഇതുവരെ പറഞ്ഞില്ലേ? രണ്ട് കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട് നിന്റെ ഭർത്താവ് വീൽ ചെയറിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ക്ലോസ് ആയതും ആ സ്നേഹത്തിന്റെ ഫലമായി നീ കൺസീവ് ആയെന്നും ഇവരോട് ഇതുവരെയും പറഞ്ഞില്ലേ? ആ ഗുഡ് ന്യൂസ് എന്താ നീ ഇപ്പോഴും മറച്ചു വച്ചിരിക്കുന്നത്? എടോ, ഇതെല്ലാം നിന്നെ കൊണ്ടാ. നീ കാരണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി നീ ഒരുത്തനാ. നിന്റെ ആവശ്യത്തിന് എന്നെ ഉപയോഗിച്ചിട്ട് നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോ? നിന്നെ ഞാൻ വിടില്ല. കൂൾ ബേബി, കൂൾ. എന്താ ബേബി ഇത്? ഇതിന്റെയൊക്കെ ആവശ്യം എനിക്ക് മാത്രമാണോ? നിനക്കോ ആവശ്യമുള്ളതുകൊണ്ടല്ലേ നീ എന്നെ തേടി വന്നത്. ഇപ്പോ എല്ലാ തെറ്റും എന്റെ മാത്രമാണെന്ന രീതിയിൽ എന്നെ എന്തിനാ നീ ബ്ലെയിം ചെയ്യുന്നേ? ചെരിപ്പൂരി അടിക്കും. വീണ്ടും അങ്ങനെ പറഞ്ഞോ? അപ്പൊ നീ എന്റെ കവളത്ത് ഉമ്മ തന്നു. ഇപ്പൊ എന്നെ ചെരുപ്പ് കൊണ്ട് അടിക്കുമെന്ന്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എന്തിനാ ബേബി ഭയക്കുന്നേ? ഇപ്പൊ എല്ലാവരും സത്യമൊക്കെ അറിഞ്ഞല്ലോ. ഇനി എന്തിനാ ഈ ഒളിച്ചുകളിയൊക്കെ? ഇവരുടെ വായിരിക്കുന്നത് കേൾക്കേണ്ട ആവശ്യം നിനക്കുണ്ടോ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, എന്റെ കൂടെ വന്നാ നിന്നെ പൂ പോലെ നോക്കാന്ന് പറഞ്ഞല്ലേ. ഇപ്പോഴെങ്കിലും വാ ബേബി. ഇവരുടെ കൂടെയൊക്കെ നീ എന്തിനാ? എന്റെ വീട്ടിലേക്ക് പോവാം, നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. കം ബേബി, കം, എന്റെ കൂടെ വാ. ഈ തെരുവ് നായെ പിടിച്ച് പുറത്താക്കബി. ഇനി ഒരു നിമിഷം പോലും ഇവൻ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഞാൻ തെരുവ് നായൊന്നുമല്ല. മറ്റൊരാളുടെ ഭാര്യ ആഗ്രഹിക്കുന്ന നീയൊക്കെ തെരുവ് നായല്ലാതെ പിന്നെ എന്താണടാ? നീ ഇത്രയും മോശപ്പെട്ടവനാണെന്ന് കരുതിയിരുന്നില്ല. നിന്റെ സഹോദരി ഒന്നും അത്ര പതിവ്രതയൊന്നും അല്ല ഭാസ്കർ. ഞാൻ മാത്രമായിട്ട് ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവനെ കൊന്നു കളയേട്ടാ. എനിക്ക് നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവനെ തല തന്നെ ഞാൻ വെട്ടിയെടുത്തേനെ. ഹലോ അഖിൽ മോനെ, വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് വലിയ ഹീറോയെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. നീ തല വെട്ടാൻ വരുമ്പോ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കോ? കൊന്നുകളയടാ ഞാൻ നിന്നെ. അവൻ ചത്തുപോകും. വിട്ടേക്കേട്ടാ. ചാവട്ടെ വസുന്ധര. ഇവനൊക്കെ ചാകേണ്ടവനാണ് വസു. വേണമെങ്കിൽ ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. അവന് ജീവിക്കാനുള്ള യോഗ്യതയില്ല. അവന് കൊന്നേ കബി. വിട്ടേ കബി.
ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കോളും. വിട്ടേക്ക് വിട്ടേക്കേട്ടാ. തെറ്റ് ചെയ്തത് ഇവളാ. ഇവളെ നമ്മൾ കൊല്ലേണ്ടത്. അവന് വിട്ടേക്ക്. വിട്ടേക്കേട്ടാ. ഇനി നീ ഈ വീട്ടിൽ കാലുകുത്തിയാൽ നിന്റെ ശവമേ പുറത്തു പോവും. ഇറങ്ങി പോടാ പുറത്ത്. ഗെറ്റ് ഔട്ട്. എന്നെ നീ കൊല്ലാൻ നോക്കിയല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഏട്ടൻ നിനക്ക് ജീവൻ ദാനം തന്നതാ. ഇറങ്ങിപ്പൊക്കോ. എന്നെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ചോണ്ടാ നിങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചത്. എനിക്ക് ആ ഗവൺമെന്റ് ഇവന്റ് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഈവന്റ് നിങ്ങൾ തട്ടിയെടുത്ത് നിങ്ങളെല്ലാവരും വലിയ മാന്യന്മാരായി. നിങ്ങളുടെയൊക്കെ മാനവും മര്യാദയും നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ആദിത്യ എന്നായിരിക്കില്ല. ജീവനോടെ പുറത്തു പോകണമെന്നുള്ള ആഗ്രഹമില്ല നിനക്ക്? ഞാനിപ്പോ പോവുക. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെയൊക്കെ ഇനിയും 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 സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാത്തിരുന്നു. നിനക്കൊന്നും സംഭവിക്കില്ല ബേബി. നീ എന്റെ കൂടെ വാ. നിനക്ക് വേണ്ടി ഞാൻ എത്ര വേണോ കാത്തിരിക്കും. ഇവളുടെ എന്ത് ജാതകാണെന്ന് അറിയില്ലല്ലോ. കിട്ടിയ അവസാനത്തെ അവസരം നഷ്ടപ്പെട്ടു. ഇനി വസു ചത്താലും ഇവിടെ സഹായിക്കില്ല. അവസാനം അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അല്ലേ കാർത്തികേ? ഞാൻ വിളിച്ചു വരുത്തിയതല്ല അമ്മേ. ഛേ, എന്നെ അമ്മയെന്ന് വിളിക്കരുത്. നിന്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് വരുന്നു. നിന്റെ കഥ ഇന്ന് കോടതിയിൽ തീർക്കും. ഇന്ന് വിവാഹമോചനം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ. കേസ് നമ്പർ 2/2024. പ്രൊസീഡ്. യുവർ ഓണർ, ഇതൊരു ഡിവോഴ്സ് കേസാണ്. കുറച്ച് മാസങ്ങളായിട്ട് ഇത് ഫാമിലി കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ കേസ് ഈ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യൻ മാരേജ് സിസ്റ്റം വളരെ മഹത്തായതാണെന്ന് പുറം രാജ്യങ്ങൾ വാഴ്ത്തിപ്പാടാറുണ്ട്. അതിനെന്താ കാരണമെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര വിശ്വാസത്തോടെയും ഒത്തൊരുമയോടെയും ബാധ്യതയോടെയും അവരുടെ ആ ബന്ധം അവസാനം വരെയും കാത്തു സൂക്ഷിക്കാറുണ്ട്. പക്ഷെ ചിലർ മോശമായ പ്രവൃത്തികൾ കാരണം ഭാരതത്തിന്റെ ഈ വിവാഹ സങ്കല്പത്തിനെ തന്നെ മുറിവേൽപ്പിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കേസാണിത്. എൻ്റെ ക്ലയന്റ് അഖിലിനെ കാർത്തിക എന്ന് പറയുന്ന ഈ പെൺകുട്ടി സ്നേഹിച്ച് കല്യാണം കഴിച്ചു. പക്ഷേ എൻ്റെ ക്ലയന്റ് അഖിലിനോട് കാർത്തികയ്ക്ക് ഒട്ടും തന്നെ സ്നേഹമില്ല. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്കൊട്ടും തന്നെ ഉത്തരവാദിത്വമില്ല. മറ്റൊരാളുമായിട്ട് ഒരു ബന്ധം വെച്ചുകൊണ്ട് അയാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്റെ ക്ലയന്റിന് നേർക്ക് അപമാനകരമായ കുറ്റമാണ് ചുമത്തുന്നത്. ഒരു തെളിവുമില്ലാതെയാണ് സംസാരിക്കുന്നത്. എന്റെ കയ്യിൽ തെളിവുണ്ട് സർ. ആരാ നിങ്ങൾ?
അഖിൽ മുറയ്ക്ക് എന്റെ അനിയനാണ് സർ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയൂ. എന്റെ അനിയൻ അഖിൽ കാർത്തികയെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാ. അവളെ അവൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു. ഇവളുടെ ജീവൻ രക്ഷിച്ചപ്പോഴാണ് അവന്റെ കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടത്. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് കാർത്തിക ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് പകരം തന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് മറ്റൊരാളുമായി അവിഹിത ബന്ധം പുലർത്തി. എന്റെ അനിയൻ അഖിലിനെ ദ്രോഹിച്ചിട്ട് ആ ആളുമായി ബന്ധപ്പെട്ട് അവന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണ്. ആ പറഞ്ഞത് കള്ളമാണ് സർ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവര് തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും സർ. ആ ആളിന്ന് വീട്ടിൽ വന്ന കാർത്തികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനാണെന്ന് പറയുകയും ചെയ്തു. കാർത്തികയും അത് സമ്മതിച്ചു. ഇല്ല സർ, ഞാനത് സമ്മതിച്ചിട്ടില്ല. സർ, ഒരു തവണ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സാറിന് എല്ലാം മനസ്സിലാകും. ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. അതുമായിട്ട് പോകാൻ വേണ്ടി ഞാൻ വന്നേ. അവളുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ബേബി അത് എന്റെയാ. രണ്ട് കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട് നിന്റെ ഭർത്താവ് വീൽ ചെയറിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ക്ലോസ് ആയതും ആ സ്നേഹത്തിന്റെ ഫലമായി നീ കൺസീവ് ആയെന്നും ഇവരോട് ഇതുവരെയും പറഞ്ഞില്ലേ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, എന്റെ കൂടെ വന്നാ നിന്നെ പൂ പോലെ നോക്കാന്ന് പറഞ്ഞല്ലേ? ഇതെല്ലാം നിന്നെ കൊണ്ടാ. നീ കാരണോ നിന്റെ ആവശ്യത്തിന് എന്നെ ഉപയോഗിച്ചിട്ട് നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോ? നിന്നെ ഞാൻ ബേബി. മിസ്സസ് കാർത്തിക, നിങ്ങൾ ഒരു പ്രാവശ്യം ഈ വീഡിയോ കാണൂ. ജീവനാംശത്തിനു വേണ്ടി, ഞങ്ങളുടെ സ്വത്തിനു വേണ്ടി ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു സാർ. ഇപ്പതാ അവസാനം വേറൊരുത്തന്റെ കുഞ്ഞിനെ